نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ കൽപ്പിച്ചതിന്റെ താൽപര്യം അവൻ കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക എന്നതല്ല, അതോടൊപ്പം അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നത് അതേപോലെ അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഇന്ന് സാധാരണഗതിയിൽ ആളുകൾ ഇബാദത്തുകൾ എടുക്കുവാൻ കാണിക്കുന്ന താൽപര്യം, അത്ര താൽപര്യം അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ പല ആളുകൾക്കുമില്ല എന്നുള്ളത് നാം നമ്മെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണം, അതേപോലെ അവൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി കൽപ്പിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ആ ഇബാദത്തുകൾ മൂലം അവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തനായി എല്ലാ സമയങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന വ്യക്തിയാവുക എന്നതാണ്. ഏത് ഇബാദത്തുകൾ പരിശോധിച്ചാലും നമുക്ക് ആ കാര്യം കാണാൻ സാധിക്കും. നമസ്കാരം, അതുപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതുപോലുള്ള ഇബാദത്തുകളൊക്കെ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് മനുഷ്യനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഇബാദത്തുകൾ വിലക്കുക എന്നതാണ്. അതൊരു ലക്ഷ്യമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം മ്ലേച്ഛവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ വചനത്തിൽ പറയുകയുണ്ടായി. അപ്പൊ നമസ്കരിക്കുന്ന യഥാർത്ഥ നമസ്കാരക്കാരൻ ഫഹ്ശാഉം മുൻകറും, മ്ലേച്ഛവും നിഷിദ്ധവുമായ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യുന്നതിൽ നിന്ന് അവനെ നമസ്കാരം തടയും. ഹദീസിൽ കാണാം, ഒരാൾ നമസ്കരിക്കുന്നു എന്നാൽ കളവ് നടത്തുന്നു. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അയാളുടെ നമസ്കാരം അയാൾ ചെയ്യുന്ന കളവിൽ നിന്ന് അയാളെ തടയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നമസ്കാരമാണെങ്കിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ഗുണം അയാളിൽ ഉണ്ടാകും. ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ അശ്ലീലമായ കാര്യങ്ങളില്ല, സംസാരമോ പ്രവർത്തനമോ ഇല്ല, തോന്നിവാസങ്ങളില്ല, അനാവശ്യമായ തർക്കങ്ങളില്ല. ഇതൊക്കെ ഹജ്ജിന്റെ ഭാഗമായി ഖുർആൻ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ഹജ്ജ് ഉണ്ടാകേണ്ടുന്ന നേട്ടങ്ങളായി ഖുർആൻ പഠിപ്പിച്ച വിഷയങ്ങളാണ്. അതേപോലെ നോമ്പിനെ സംബന്ധിച്ച് നമുക്കൊരുപാട് അറിയാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, യഥാർത്ഥ നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ കള്ളവാക്കുകളും
അതുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അയാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ യഥാർത്ഥ നോമ്പുകാരൻ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനായിരിക്കണം. ഞാൻ ഇവിടെ 3 ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട വെറും 3 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചത്. ഇതുപോലെ ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും ഇബാദത്തുകളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അവൻ ശുദ്ധീകരിക്കപ്പെടുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്ന ഗുണം ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ശരി, ഏത് ഹറാമുകൾ പ്രവർത്തിച്ചാലും, അള്ളാഹുവിന്റെ ഏത് കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചാലും, ഒരുപാട് നമസ്കരിക്കുകയും ഒരുപാട് നോമ്പ് നിൽക്കുകയും ഒരുപാട് ദാനധർമ്മങ്ങളും സക്കാത്തും നൽകുകയും ഇടക്കിടക്ക് ഉംറക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നുണ്ടാകും. അവനാണ് വലിയ ഇബാദത്തുകാരൻ, അവനാണ് വലിയ തഅബ്ബുദ്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആള് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹറാമുകളൊന്നും ചെയ്യാത്ത, സാധാരണഗതിയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, മൻഹിയാത്തിലേക്ക്, വിലക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാത്ത ഒരു സാധാരണക്കാരനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ നമ്മൾ പരിഗണിക്കുകയില്ല. അല്ലെങ്കിൽ അയാളെ ഒരു വിശ്വാസിയായി, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ മുന്തിയവനായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനേക്കാൾ ഏറെ ഗൗരവത്തിൽ അവൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ്. ഇമാം തിർമിദി അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുമുള്ള രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്നിൽ നിന്ന് 5 കാര്യങ്ങൾ ആരാണ് ഏറ്റെടുക്കാനുള്ളത്? അത് സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനത് ഏറ്റെടുത്തുകൊള്ളാം. ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കൈ പിടിച്ചു. എന്നിട്ട് 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. മഹാരിമുകൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ള, വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം ഹറാമുകളെ നീ സൂക്ഷിക്കുക. തകുൻ അഅബദൻ നാസ്, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഇബാദത്തെടുക്കുന്ന ആളായി മാറാൻ നിനക്ക് സാധിക്കും. അപ്പൊ ഏറ്റവും വലിയ ഇബാദത്തെടുക്കുന്ന ആള് കൂടുതൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നവനല്ല, മറിച്ച് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുന്നവനാണ്. അതുകൊണ്ടാണ് 5 കാര്യങ്ങൾ അതിലൊന്നാമത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിലക്കിയിട്ടുള്ള മുഹറമാത്തുകൾ, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നവനാണ് ഏറ്റവും വലിയ ഇബാദത്തെടുക്കുന്നവൻ എന്നതാണ്. ബാക്കി വരുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. ഇതേപോലെ ഇമാം ബുഖാരി റഹിമഹുള്ള തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഭാര്യയുടെ അടുക്കൽ ഒരാളെ ഞാൻ കണ്ടാൽ, അതായത് കാണാൻ പാടില്ലാത്ത അന്യനായ ഒരാളെ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കാണുകയാണെങ്കിൽ എന്റെ വാളിന്റെ വായ്ത്തല കൊണ്ട്, അതായത് വെട്ടാൻ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ഭാഗം കൊണ്ട് അവനെ ഞാൻ വെട്ടുക തന്നെ ചെയ്യും. അതിന്റെ മാട് കൊണ്ടല്ല, മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ടല്ല എന്ന് ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൂർച്ചയുള്ള ഭാഗം കൊണ്ട് അവനെ ഞാൻ വെട്ടും. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഅദ് ഇബ്നു ഉബാദയുടെ ഈ ഗൈറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ? ഗൈറത്ത് എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയെ സമീപിക്കാൻ പാടില്ലാത്ത ഒരാൾ സമീപിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, പീഡിപ്പിക്കുക, ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം തന്റെ ഭാര്യയ്ക്ക് അന്യനായ ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ ഈ ചെയ്ത വ്യക്തിയോട് ഭർത്താവിനുണ്ടാകുന്ന വികാരമാണ്
രോഷമാണ് ഗൈറത്ത് എന്ന് അറബിയിൽ പറയുന്നത്. അതിന് മലയാളത്തിൽ സംരക്ഷണ ബോധം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതിന്റെ ശരിയായ ഒരു പരിഭാഷയാവുകയില്ല. അതുകൊണ്ടാണ് നബി ചോദിച്ചത്, എന്റെ ഭാര്യയുടെ അടുക്കൽ മറ്റൊരുത്തരെ കണ്ടാൽ അവനെ വാളിന്റെ മൂർച്ച കൊണ്ട് ഞാൻ വെട്ടും എന്ന് പറഞ്ഞ ഈ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഗൈറത്ത്, തന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിലുള്ള ആ കണിശത, ഭാര്യയുടെ മാനം കളങ്കപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വികാരം, ഇതിനെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തന്നെയാണ് സത്യം, തീർച്ചയായും ഞാൻ സഅദ് ഇബ്നു ഉബാദയേക്കാൾ ഗൈറത്തുള്ളവനാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കാൾ ഗൈറത്തുള്ളവനാണ്. അപ്പൊ സഅദ് ഇബ്നു ഉബാദയുടെ ഈ ഗൈറത്ത്, ഈ വികാരം, ഈ രോഷം ശരിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം ഞാൻ അവനേക്കാൾ, അദ്ദേഹത്തെക്കാൾ രോഷം എനിക്ക് ഗൈറത്തുണ്ട്, എന്നേക്കാൾ ഗൈറത്ത് അല്ലാഹുവിനുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകും, നമ്മുടെ ഓരോരുത്തരുടെയും ഭാര്യ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ സഹോദരി, അവരെ മറ്റൊരാൾ പീഡിപ്പിക്കുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും നിഷിദ്ധമായ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട മഹറമായ ആളുകൾക്കുണ്ടാകുന്ന രോഷപ്രകടനം. എന്നാൽ അല്ലാഹുവിന് ഗൈറത്തുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വമിൻ അജ്ലി ഗൈറത്തില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുവിനുള്ള ഗൈറത്ത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബത്വൻ, പ്രത്യക്ഷമായ മ്ലേച്ഛ പ്രവർത്തനങ്ങളും രോക്ഷമായ നിഷിദ്ധമായ മ്ലേച്ഛ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത് ഇതുകൊണ്ടാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായ, വെളിവായതും വെളിവാകാത്തതും, പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും, പുറത്തുള്ളതും അകത്തുള്ളതും, ഇങ്ങനെയുള്ള എല്ലാ ഫവാഹിഷും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത് ഇതൊന്നും എന്റെ അടിമ ചെയ്യാൻ പാടില്ല. അപ്പോ എന്റെ അടിമ ഞാൻ കൽപ്പിച്ച കാര്യങ്ങളല്ലാതെ ഞാൻ വിലക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഗൈറത്തുണ്ടാകും എന്നാണ്. അല്ലാഹു ഗൈറത്തുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന് ഗൈറത്തുണ്ട്. ഇത് നമുക്ക് ഈ ഉദാഹരണത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. വമിൻ അജ്ലി ദാലിക ബഅസൽ മുബശ്ശിരീന വൽ മുൻദിരീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നവരെയും താക്കീതുകാരെയും നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരെ അയച്ചതെന്തിനാ? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അള്ളാഹു വിലക്കിയ ഹറാമുകൾ ചെയ്യുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്ന് താക്കീത് ചെയ്യാൻ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് അള്ളാഹുവിനുള്ള ഈ ഗൈറത്ത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ അവൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് ഗൈറത്തുണ്ടാകുന്ന സംഗതിയാണ് എന്നർത്ഥം. ഇമാം അഹ്മദ് റഹിമഹുല്ലാ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ യഗാറു ഇന്നല്ലാഹ അസ്സ വജല്ല യഗാറു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈറത്ത് കാണിക്കുന്നു. വമിൻ ഗൈറത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഗൈറത്തിൽപ്പെട്ടതാണ് അൻ യഅതിയൽ മുഅ്മിനു മാ ഹുർരിമ അലൈഹി, ഒരു സത്യവിശ്വാസിയുടെ മേൽ വിലക്കപ്പെട്ട കാര്യം സത്യവിശ്വാസി ചെയ്യുക എന്നുള്ളത്. അപ്പൊ അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം ഒരു സത്യവിശ്വാസി ചെയ്താൽ അള്ളാഹുവിന് ഗൈറത്തുണ്ടാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഏറ്റവും വലിയ ഗൈറത്തുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അള്ളാഹുവിന്റെ ഗൈറത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഭാര്യയില്ല, അള്ളാഹുവിന് പെൺമക്കളില്ല, അള്ളാഹുവിന് സഹോദരിമാരില്ല. അവരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന് ഗൈറത്തുണ്ടാകാനുള്ള സാധ്യതയില്ല, കാരണം അള്ളാഹു ഏകനാണ്. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന് തുണയോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ ഗൈറത്ത് അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ അടിമകളാണ്. ആ അടിമ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നേരെ ചൊവ്വെ ജീവിക്കണം എന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ അടിമ അവൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഹറാമിലേക്ക് പോകുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അപ്പൊ ഞാനും നിങ്ങളും ഹറാമ് ചെയ്താൽ, ഞാനും നിങ്ങളും തെറ്റ് ചെയ്താൽ, ഞാനും നിങ്ങളും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിന് ഗൈറത്തുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ
ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തെറ്റുകൾ ചെയ്യാൻ സാധിക്കുക? അള്ളാഹു വിലക്കിയ ഹറാമുകൾ പ്രവർത്തിക്കാൻ സാധിക്കുക? അള്ളാഹു വിലക്കിയ പാപങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. കാരണം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷകനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ സൃഷ്ടിച്ച് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന, എന്റെ വായു ശ്വസിക്കുന്ന, എന്റെ സൗകര്യം ഉപയോഗിക്കുന്ന എന്റെ അടിമയായ മനുഷ്യൻ ഞാൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന ഗൈറത്ത് അള്ളാഹുവിന് നമ്മോടുണ്ടാകും. അതുണ്ടാകാൻ പാടില്ല. അതുണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ വിശ്വാസികളായ ആളുകളെ പുകഴ്ത്തി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അവർ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുകയില്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കുന്നവരും അല്ലാത്തവരും ഒരുപോലെയല്ല. സയ്യിആത്തുകൾ തിന്മകൾ ചെയ്യുന്ന ആളുകളെ അന്നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയും രണ്ടു കൂട്ടരെയും ഒരുപോലെയാക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അവർ വിചാരിച്ചുവോ? അപ്പൊ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല. വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ പദവിയുണ്ട്. എന്നാൽ സയ്യിആത്തുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ വേറെയാണ്. രണ്ടു കൂട്ടരും ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെയല്ല. ഇതേ ആശയങ്ങൾ ഒരുപാട് വചനങ്ങളിൽ നമുക്ക് കാണാം. അവരുടെ ജീവിതവും മരണവും ഒരുപോലെയല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരലോകത്ത് അല്ലാഹു അവരെ പിടികൂടും, അവർക്ക് ശിക്ഷയുണ്ട്. നല്ലത് പ്രവർത്തിക്കുന്ന ഹറാം ഒഴിവാക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് നമുക്ക് കാണാം. ഇനി പ്രവാചകന്മാരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അള്ളാഹു തിരുത്തിയിട്ടുണ്ട്, അവർ പശ്ചാത്തപിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായ കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് അള്ളാഹു എടുത്തു പറഞ്ഞതായി കാണാം. ആദമു റബ്ബഹു ഫഗവ, സൂറത്തു ത്വാഹ 121-ാമത്തെ വചനം. ആദം തന്റെ റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു. അതെന്താ? സ്വർഗത്തിൽ നിന്ന് ഒരു മരത്തിലെ പഴം തിന്നരുത് എന്ന് പറഞ്ഞു. അത് കൽപ്പനയായിരുന്നു. ആ കൽപ്പന ആദം ലംഘിച്ചു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ആദമു റബ്ബഹു, ആദം തന്റെ റബ്ബിനെ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുക, ധിക്കരിക്കുക എന്നാണ്. മാത്രവുമല്ല ഫഗവ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചപ്പോൾ ആദം അലൈഹിസ്സലാം വഴികേടിലായി, വഴിതെറ്റി എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു ആ കാര്യം പ്രസ്താവിച്ചത്? ഇത് നമുക്ക് പാഠമാകാൻ വേണ്ടിയാണ്. ആദം നബി പശ്ചാത്തപിച്ചു, അള്ളാഹു പുറത്തു കൊടുത്തു എന്നത് വേറെ വിഷയം. നമ്മൾ അതുപോലെയാകരുത്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കരുത്. ഫിർഔനെ കുറിച്ച് അള്ളാഹു കുറ്റമായി പറഞ്ഞ കാര്യം എന്താ? കുറ്റമായി പറഞ്ഞവയിൽ ഒരു കാര്യം, ഒരുപാട് വിഷയങ്ങൾ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും ഫിർഔന്റെ കുറ്റങ്ങൾ എണ്ണി പറഞ്ഞത്. ഇവിടെ പറഞ്ഞു റസൂൽ, ഫിർഔന്റെ അടുക്കിലേക്ക് അയച്ച ദൂതനെ, അതായത് മൂസാ നബിയെയും ഹാറൂണിനെയും ഫിർഔൻ ധിക്കരിച്ചു. മൂസാ നബിയോടുള്ള ധിക്കാരം അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വതിൽക ആദുൻ ജഹദു ബിആയാതി റബ്ബിഹിം വഅസൗ റസൂലഹു, ആദ് ഗോത്രക്കാർ അള്ളാഹുവിന്റെ വചനങ്ങളെ കളവാക്കി. വഅസൗ റസൂലഹു, അള്ളാഹു അവരിലേക്ക് അയച്ച ദൂതന്മാരെ അസൗ, അവർ ധിക്കരിക്കുകയും ചെയ്തു. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. ബനു ഇസ്രായേലിനെ കുറിച്ച് അള്ളാഹു അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ വാക്ക് സമീഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ധിക്കരിച്ചിരിക്കുന്നു എന്നായിരിക്കും ബനു ഇസ്രായേലിന്റെ മറുപടി. അപ്പൊ അത് ശരിയായ വിശ്വാസിയുടെ മറുപടിയല്ല. ഞങ്ങൾ കേട്ടു, ധിക്കരിച്ചു എന്നല്ല പറയേണ്ടത്, മറിച്ച് സത്യവിശ്വാസികളുടെ വാക്ക് എന്തായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ പറയും സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹു കൽപ്പിച്ചത് ഞങ്ങൾ കേട്ടു, അത് ഞങ്ങൾ പ്രാവർത്തികമാക്കി. ചെയ്യരുതെന്ന് അള്ളാഹു പറഞ്ഞത് അവിടെ മറുചോദ്യമില്ല. ഞങ്ങൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു, അത് ഞങ്ങൾ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം. കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു എന്ന് പറയുന്നത് ബനു ഇസ്രായേലിന്റെ സ്വഭാവമാണ് എന്ന് ഖുർആൻ അവിടെ എണ്ണിപ്പറയുകയുണ്ടായി. വിശ്വാസികളുടെ സ്വഭാവമായി സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം.
അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഫളലും നിഅമത്തും കിട്ടിയ യഥാർത്ഥ റുഷ്ദുള്ള വിവേകികളായ ആളുകൾ ആരാണ്? വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിലേക്ക് വിശ്വാസത്തെ ഇഷ്ടപ്പെട്ടതാക്കി മാറ്റിയിരിക്കുന്നു. വിശ്വാസം സത്യവിശ്വാസിക്ക് ഇഷ്ടപ്പെട്ടതാണ്. വിശ്വാസം ഇഷ്ടപ്പെട്ടതാകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ ഭംഗിയാക്കി അലങ്കരിച്ചു തന്നിരിക്കുന്നു. ഏറ്റവും നല്ല കാര്യമായി ഇഷ്ടത്തോടുകൂടി വിശ്വാസത്തെ വിശ്വാസി സ്വീകരിക്കും. അതോടൊപ്പം വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഇതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈമാനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം വകറഹ ഇലൈക്കും, നിങ്ങൾക്ക് അവൻ വെറുപ്പുള്ളതാക്കി മാറ്റിയിരിക്കുന്നു അൽ കുഫ്ര, സത്യനിഷേധത്തെ, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നതിന്, വൽ ഫുസൂഖ, തമ്മാടിത്തം പ്രവർത്തിക്കുന്നതിന്, വൽ ഇസ്യാന, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നതിനെയും നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പുള്ളതാക്കി അള്ളാഹു മാറ്റിയിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാകുന്നു വിവേകമുള്ളവർ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക. നമസ്കരിക്കണം, അതുപോലെ നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, സത്യം പറയണം, സദഖ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇഷ്ടമുള്ളതുപോലെ തന്നെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, സമ്മാടിത്തങ്ങളും നിഷിദ്ധങ്ങളും മഅസിയത്തുകളും ഇത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ വെറുപ്പായി തോന്നുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നമ്മൾ യഥാർത്ഥ റാഷിദുകളല്ല, വിവേകികളല്ല എന്നാണ് ഈ ആയത്ത് യാതൊരു വ്യാഖ്യാനത്തിന്റെയും അസാധ്യതയില്ലാതെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നത് പോലെ, ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ അതിനേക്കാൾ ഏറെ ഹറാമുകൾ നമ്മൾ പേടിക്കേണ്ടതുണ്ട് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കുന്ന ആളുകൾ, 3 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അവൻ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1, അള്ളാഹുവും അവന്റെ പ്രവാചകനും അവന് മറ്റെല്ലാറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക. അള്ളാഹുവും പ്രവാചകനുമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എങ്കിൽ അള്ളാഹുവിനും പ്രവാചകനും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും? ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹ് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പൊ ഹറാമ് നമ്മളിൽ നിന്ന് ഇല്ലാതെ പോകും. ഒരാൾ തന്റെ സഹോദരനെ സ്നേഹിക്കുന്നു, അവൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റാർക്കു വേണ്ടിയുമല്ല. അപ്പൊ ശരിയായ ഇഖ്ലാസോടുകൂടി മതത്തിന്റെ പേരിൽ ഒരു സഹോദരനെ സ്നേഹിക്കുന്ന ഒരാൾ, അവൻ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. 3-മത്തേത് അവിശ്വാസത്തിലേക്ക്, സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ അവൻ വെറുക്കുന്നു. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, നരകത്തിൽ എറിയപ്പെടുന്നത് ഏതുപോലെ നമ്മൾ വെറുക്കുന്നുവോ, ഏതുപോലെ നമ്മൾ പേടിക്കുന്നുവോ, അതേപോലെ കുഫറിലേക്ക്, സത്യനിഷേധത്തിലേക്കും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നതുമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിനെയും ഒരാൾ വെറുക്കേണ്ടതുണ്ട്. ഈ 3 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായോ എങ്കിൽ അവൻ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞ കാര്യവും അവസാനം പറഞ്ഞ കാര്യവും നമ്മൾ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു പ്രവാചകൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകണം എങ്കിൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, പ്രവാചകൻ വിലക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയില്ല. നരകത്തിൽ പോകുന്നതിന് നമ്മൾ പേടിക്കുന്നുവെങ്കിൽ പേടിച്ചാൽ മാത്രം പോരാ, ആ നരകത്തിലേക്ക് എത്തിക്കുന്ന തിന്മകളെ, പാപങ്ങളെ, വൻപാപങ്ങളായാലും ചെറിയ പാപങ്ങളായാലും ഏത് പാപങ്ങളാണെങ്കിലും ശരി, അതിനെ നമ്മൾ പേടിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഖുർആനും ഹദീസും പരിശോധിച്ചാൽ പാപങ്ങൾ 3 തരത്തിലുണ്ട് എന്ന് കാണാം. ഞാനതിവിടെ സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ, വിശദീകരിക്കുന്നില്ല. 1, കുഫ്റും ശിർക്കും. ഇത് അള്ളാഹു പശ്ചാത്തപിച്ചാൽ അല്ലാതെ പൊറുക്കുകയില്ല. പശ്ചാത്തപിച്ചാൽ കുഫ്റും ശിർക്കും പൊറുക്കും. ഇത് സൂറത്തുൽ ഫുർഖാൻ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്ന ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിർക്ക് പൊറുക്കുകയില്ല, കുഫർ പൊറുക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. പറഞ്ഞതിന്റെ താല്പര്യം പശ്ചാത്തപിക്കാതെ അള്ളാഹു പൊറുക്കുകയില്ല. കുഫറോടും ശിർക്കോടും കൂടി ഒരാൾ മരിച്ചുപോയാൽ അവൻ പിന്നീട് അത് പൊറുക്കപ്പെടുകയില്ല, അവൻ നരകത്തിലാണ്. അതിൽ തർക്കമില്ല. 2-മത്തേത് ശിർക്കും കുഫറും കഴിച്ചാൽ അതിന് താഴെയുള്ള പാപങ്ങൾ, ആ പാപങ്ങൾ
ഒരുപാടുണ്ട്. നമ്മൾ സബഉൽ മൂബിഖാത്ത് 7 വൻപാപങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് ഹദീസുകളിൽ ഏതാണ് അക്ബറുൽ കബായിർ, പാപങ്ങളിൽ വലുതേത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തമായ മറുപടികൾ നൽകിയത് കാണാം. 7 കാര്യങ്ങൾ അൽ മൂബിഖാത്ത് എന്ന പേരിൽ ഹദീസുകളിൽ പ്രസിദ്ധമാണ്. അതല്ലാത്ത കാര്യങ്ങളും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വൻപാപങ്ങൾ എന്ന് പറയുന്നത് 7 മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വൻപാപം എന്ന് പറയുന്നത്? ശിർക്കിനും കുഫ്രിനും താഴെയുള്ള വലിയ തെറ്റുകൾ. ആ വലിയ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിന്മയെ സംബന്ധിച്ച് ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ നരക ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് ചെയ്തിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപമോ അള്ളാഹുവിന്റെ ശാപമോ അള്ളാഹുവിന്റെ വെറുപ്പോ അള്ളാഹുവിന്റെ ഇതൊക്കെ ലഭിക്കുകയോ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ പോവുകയോ ചെയ്യും എന്ന് ഖുർആനോ ഹദീസോ പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം ശിക്ഷകളുമായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപവും വെറുപ്പുമായി ബന്ധിപ്പിക്കപ്പെട്ട പാപങ്ങൾക്കാണ് വൻപാപങ്ങൾ, കബായിറുകൾ എന്ന് പറയുന്നത്. ചില ആളുകൾ അത് ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നമ്മൾ മദ്രസയിലൊക്കെ എണ്ണി പഠിച്ചിട്ടുള്ള സബഉൽ മൂബിഖാത്ത്, നരകത്തിലേക്ക് തിക്കിത്തിരക്കി കടത്തുന്നത് എന്ന വാക്കിനർത്ഥം. നരകത്തിലേക്ക് തിക്കിക്കടത്തുന്ന തിന്മകൾ 7 മാത്രമല്ല. ഈ പറഞ്ഞ വിശദീകരണത്തോടുകൂടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ കബായിർ എന്ന് പറയുന്ന പുസ്തകത്തിൽ 119 ബാബുകൾ കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ 5 ബാബുകൾ, 5 അധ്യായങ്ങൾ വേറെ മറ്റുള്ളവരുടേത് നമ്മൾ അപഹരിച്ച് അല്ലെങ്കിൽ അന്യായമായി കൈക്കലാക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ 119ഉം 5ഉം 124 അധ്യായങ്ങൾ കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുത്തത് കാണാം. അതുപോലെ തന്നെ ഇമാം സഹബിക്ക് ഒരു കബായിറുണ്ട്, അത് പ്രസിദ്ധമായ പുസ്തകമാണ്. അതിൽ 70 കാര്യങ്ങൾ നിരവധി ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് കബായിറുകൾ എന്ന പേരിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശാഫിഈ മദ്ഹബിലെ മറ്റൊരു പണ്ഡിതൻ 467 കാര്യങ്ങൾ ഒഴിവാക്കേണ്ടുന്ന തിന്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലും മറ്റും എണ്ണിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ധരിച്ചിട്ടുള്ള തലത്തിൽ വൻപാപങ്ങൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, ഇതൊക്കെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങളാണ്. അത്തരം തിന്മകൾ ശിർക്കും കുഫറും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ 2 കാര്യങ്ങൾ ഗൗരവമേറിയതാണ്. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഗൗരവമേറിയ 2 കാര്യം ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ, അതുപോലെ തന്നെ അതിന്റെ വിശദീകരണമായി ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ് ആ കാര്യങ്ങൾ? ഒന്ന്, ശിർക്കും കുഫറും കഴിഞ്ഞാൽ പിന്നെയുള്ളത് കൊലപാതകമാണ്. അവൻ ശാശ്വതനായി നരകത്തിലാണ് എന്ന്, ശാശ്വതനായും ശാശ്വതനാക്കപ്പെട്ടവനായും നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു. അപ്പോ മറ്റൊരാളെ കൊല്ലുക, അന്യായമായി കൊലപ്പെടുത്തുക, ഇത് ശിർക്കും കുഫറും കഴിഞ്ഞാൽ കടുത്ത തിന്മയാണ്. അതിൽ തന്നെ ഏറ്റവും കടുത്ത കൊലപാതകം എന്ന് പറയുന്നത് ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം മക്കളെ കൊല്ലുക. നബിന്റെ കാലഘട്ടത്തിൽ ജനിച്ചു വീണ പെൺകുട്ടികളെ കൊന്നുകളഞ്ഞു, മക്കളെ കൊന്നു. പണ്ടുമുണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാൾ ക്രൂരമായി ജനിക്കുന്നതിന് മുമ്പേ ഗർഭാശയത്തിൽ വെച്ച് കുട്ടിയെ കൊന്നു പുറത്തു കളയുന്നു. അത് അതിനേക്കാൾ വലിയ തിന്മയാണ്. പ്രത്യേകിച്ച് റൂഹ് ഊതപ്പെട്ട് 4 മാസം പൂർത്തിയായതിന് ശേഷമാണെങ്കിൽ, ഗർഭം 4 മാസം എത്തിയ ശേഷം അപ്പോഴാണ് റൂഹൂതുന്നത്, അപ്പോഴാണ് അതിന് ജീവൻ ഉണ്ടാകുന്നത്. അപ്പോ അന്നത്തെ കുട്ടികളെ കൊല്ലുക എന്ന കൊലപാതകത്തിന്റെ പുതിയ രൂപങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. ഇത് ശിർക്കും കുഫറും കഴിഞ്ഞാൽ ഏറ്റവും കടുത്ത തിന്മയാണ്. ഇനി 3ാമത്തെ കാര്യം വ്യഭിചാരമാണ്. വ്യഭിചാരം ഖുർആനും ഹദീസും ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷകൾ കാണാം. എന്നാൽ ആ വ്യഭിചാരത്തിൽ ഏറ്റവും കടുത്ത വ്യഭിചാരം ഏതാണ്? ഒരാൾ തന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. ഖലീലത്ത ജാരിഹി, തന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക. ഇന്ന് നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങൾ, ദൃശ്യ മാധ്യമങ്ങളാകട്ടെ, ശ്രാവ്യ മാധ്യമങ്ങളാകട്ടെ, നാട്ടുവർത്തമാനങ്ങളാകട്ടെ, അതൊക്കെ പരിശോധിച്ചു നോക്കൂ. എന്താണ് നാടുകളിലുള്ള വർത്തമാനങ്ങൾ? ഇന്നവൻ ഇന്നവന്റെ അയൽവാസിയുടെ കൂടി, ഇന്നവൾ ഇന്ന അയൽവാസിയുടെ കൂടെ ഓടിപ്പോയി. 2 വയസ്സായ കുട്ടിയെ സ്വന്തം തൊട്ടിലിട്ട് അല്ലെങ്കിൽ കട്ടിലിൽ ഉറക്കി ഉമ്മ ഓടിപ്പോയി. 3 വയസ്സുള്ള 3 കുട്ടികളുള്ള ഉമ്മ അവളേക്കാൾ പ്രായം കുറവുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഓടിപ്പോയി. ഓടിപ്പോകുന്നത് മുസ്ലിമിന്റെ കൂടെയാണോ? അല്ല. ഭൂരിഭാഗവും മുസ്ലിംകളല്ലാത്ത കാഫിറുകളുടെ കൂടെ.
നോക്കൂ, എത്രമാത്രം ദുരന്തങ്ങളാണ് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞതിന്റെ ചുരുക്കം, ശിർക്കും കുഫറും കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് കൊലപാതകമാണ്. അതിൽ കടുത്തത് സ്വന്തം മക്കളെ കൊല്ലലാണ്. പിന്നെ മൂന്നാമത്തേത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിൽ ഏറ്റവും കടുത്തത് അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. അയൽവാസിയുടെ ഗണത്തിൽ തന്നെ അയൽവാസിയെപ്പോലെ നമ്മൾ വളരെ അടുത്ത് പെരുമാറുന്ന സുഹൃത്തുക്കളോ കുടുംബങ്ങളോ, അടുത്ത അയൽവാസിയുണ്ട്, അകന്ന അയൽവാസിയുണ്ട്. ഇത് ഖുർആനും ഹദീസും തന്നെ സൂചിപ്പിച്ചതാണ്. വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളുകളാകണമെന്നില്ല അയൽവാസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ ഇന്ന് സമൂഹങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആരാണ്? മുസ്ലിങ്ങളിലെ ഉണ്ട്. കൂടുതൽ ആര് എന്നത് മാത്രമേ തർക്കിക്കേണ്ടതുള്ളൂ. മുസ്ലിങ്ങളാണോ മുസ്ലിങ്ങളല്ലാത്തവരാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള തിന്മകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പാപം എന്ന് പറയുന്നത് ഇതിനേക്കാൾ താഴെയുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പശ്ചാത്തപിക്കാതെ തന്നെ പുറത്തു കൊടുക്കുന്ന തിന്മകൾ. പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം, വൻപാപങ്ങൾ അള്ള പൊറുക്കും, പക്ഷേ നമ്മൾ പശ്ചാത്തപിക്കണം. വ്യക്തികളോടാണെങ്കിൽ അതിൽ നിന്ന് അവരെ പൊരുത്തപ്പെടിക്കണം. വേറെ തന്റെ ഹക്കാണെങ്കിൽ അതവന് കൊടുത്തുവിട്ടണം. അങ്ങനെ തൗബ ചെയ്ത് അവൻ പശ്ചാത്തപിക്കണം. ഇതിനൊക്കെ താഴെയുള്ള ചെറിയ തിന്മകൾ, ആ ചെറിയ തിന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കപ്പെടാൻ ചില മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? ഖുർആൻ തന്നെ പറഞ്ഞു, വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലദീന യജ്തനിബൂനൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് ഇല്ലൽ ലമം, ചെറിയ തെറ്റുകളല്ലാത്ത വൻപാപങ്ങളും മ്ലേച്ഛമായ കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഇന്ന റബ്ബക വാസിയുൽ മഗ്ഫിറ. നമ്മൾ വളരെ ഹൃദയത്തിൽ തട്ടി പഠിക്കേണ്ടതായിട്ടാണ്. ഇന്ന റബ്ബക വാസിയുൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ റബ്ബ് വിശാലമായ പാപമോചനമുള്ളവനാണ്, എന്തും പൊറുക്കാൻ തയ്യാറുള്ളവനാണ്. അവിടെ എന്താ പറഞ്ഞത്? അതുപോലെ ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിലക്കപ്പെട്ടതിൽ വലിയ പാപങ്ങൾ വെടിയുകയാണെങ്കിൽ നുകഫിർ അൻഹും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. നമ്മൾ പൊറുക്കാൻ ആവശ്യപ്പെടണമെന്നില്ല, ഇല്ലാതെ തന്നെ അള്ളാഹു പുറത്തു തരും. രണ്ടാമത്തെ കാര്യം, ഇബാദാത്തുകൾ കൊണ്ട് അള്ളാഹു പാപങ്ങളെ പൊറുക്കും. 2 നമസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ, 2 ജുമുഅകൾക്കിടയിലുള്ള പാപങ്ങൾ, 2 റമളാനിനിടയിലുള്ള പാപങ്ങൾ, 2 ഹജ്ജ്, 2 ഉംറ എന്നിവക്കിടയിലുള്ള പാപങ്ങൾ, ഇവയൊക്കെ അള്ളാഹു പുറത്തു തരും. ഏതാണത്? ചെറുകിട പാപങ്ങൾ, വൻപാപങ്ങളല്ലാത്തവ ഈ ഇബാദത്തുകൾ കൊണ്ട് മായ്ക്കപ്പെടും. ഇനി ഇതല്ലാത്തത്, ശിർക്കും കുഫ്റും അല്ലാത്തത് അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് അവൻ പരലോകത്ത് നമുക്ക് പുറത്തു തന്നേക്കാം. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും, പശ്ചാത്തപിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ്? മനുഷ്യൻ തെറ്റിലേക്ക് പോകാതിരിക്കാൻ. പോയ തെറ്റ് ചെയ്ത മനുഷ്യൻ നിരാശനായി വീണ്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് വിശാലമായി പാപം പൊറുക്കുന്നവനാണ് എന്ന് പഠിപ്പിച്ചത് നമ്മൾ തെറ്റ് ചെയ്യാനല്ല, തെറ്റിൽ നിന്ന് പിന്മാറി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ തിന്മകൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്, ന്യൂനതകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. എന്താണത്? ഒന്ന്, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ കൊടുത്ത ഒരു ഹെഡിങ് എന്താണ്? ബാബു ബയാനി നുഖ്സാനിൽ ഈമാൻ ബിനഖ്സിസ് ത്വാആത്ത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ കുറവ് വരുന്നത് മൂലം വിശ്വാസത്തിൽ കുറവ് വരുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമെന്നാണ്. ഇബാദത്ത് കുറഞ്ഞാൽ ഈമാൻ കുറയും. അതേപോലെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ അവിടെയും ഈമാൻ കുറയും. ഇത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിനെതിരായ ചില കാര്യങ്ങൾ വെച്ചുപുലർത്തുന്ന മുഅ്തസിലിയാക്കളും ഖവാരിജികളുമുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം, വിശ്വാസി പാപം ചെയ്താൽ അവൻ കാഫറാകുന്നില്ല, ഇത് ശിർക്കും കുഫ്റും അല്ലാത്തത്. പക്ഷെ അവന്റെ ഈമാനിൽ കുറവ് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യഭിചാരി വിശ്വാസി ആയിരിക്കെ വ്യഭിചരിക്കുകയില്ല, ഒരു വിശ്വാസി ആയിരിക്കെ കള്ളു കുടിക്കുകയില്ല, ഒരു വിശ്വാസി ആയിരിക്കെ കളവ് നടത്തുകയില്ല, ഒരു വിശ്വാസി ആയിരിക്കെ അന്യന്റേത് അപഹരിച്ചെടുക്കുകയില്ല.
ഇവിടെ എന്താ പറഞ്ഞത്? വിശ്വാസിയായിരിക്കെ ഈ പറഞ്ഞ തിന്മകളൊന്നും ചെയ്യുകയില്ല. അപ്പെന്താ, ഈ തിന്മകൾ ചെയ്യുമ്പോൾ അവന്റെ വിശ്വാസം കുറഞ്ഞു പോകുന്നു, നേരത്തെ പറഞ്ഞ വിശ്വാസം ചുരുങ്ങുന്നു എന്ന അധ്യായത്തിൽ തെളിവായി ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാരും അഖീദ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഹദീസുകളാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസിയല്ല, കാഫറായി പോകുന്നില്ല, പക്ഷേ നമ്മുടെ ഈമാനിന് കുറവ് വരുന്നു. അതുകൊണ്ടാണ് ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ഒരു വിശ്വാസി വ്യഭിചാരം നടത്തുകയില്ല. ബാക്കി നേരത്തെ പറഞ്ഞ തിന്മകളും ഏത് തിന്മെടുത്ത് പരിശോധിച്ചാൽ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ കുറവ് വരുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മൾ മരണപ്പെട്ടു പോവുക? എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വരുന്നു, ഒരു കറുത്ത പുള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തത്തുൻ സൗദാ ഫീ ഖൽബിഹി ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ സുഖില ഖൽബുഹു. ഒരു മനുഷ്യൻ സത്യവിശ്വാസി പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാകും. ഇനി അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. എന്നിട്ട് ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, വീണ്ടും അവൻ തിന്മകൾ ചെയ്യുകയാണെങ്കിൽ കറുത്ത പാടുകൾ വീണ്ടും കൂടി വരുന്നു. അങ്ങനെ അവന്റെ ഹൃദയം കറുത്തു പോകുന്നു. ഖുർആൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്ത് ഓതി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലമായി അവന്റെ ഹൃദയത്തിൽ കറ പുരണ്ടിരിക്കുന്നു. അപ്പോ വളരെ ശുദ്ധമായ യാതൊരു കറയുമില്ലാത്ത ഹൃദയത്തിൽ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ കറകൾ വന്നുകൂടുന്നു. അങ്ങനെ പാപങ്ങൾ കുന്നുകൂടുമ്പോൾ ഹൃദയം കറുത്തതായി മാറുന്നു. അങ്ങനെ ഹൃദയം അള്ളാഹു ഹൃദയത്തിന് സീല് വെക്കുന്നു. പിന്നെ ആ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കുകയില്ല, പിന്നെ അവൻ കാഫറായി മരിച്ചുപോകും എന്നതാണ്. അപ്പൊ ഒരു പാപത്തെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. ഏത് പാപത്തെയും അതിന്റെ ഗൗരവത്തോടുകൂടി കാണണം. അത് ചെറുതല്ലേ, ഇത് ചെറുതല്ലേ, ഇത് അത്ര ഗൗരവമല്ലല്ലോ, അല്ലെങ്കിൽ ഇത് പശ്ചാത്തപിച്ചാൽ മതിയല്ലോ എന്നല്ല നമ്മൾ കണക്കൂട്ടേണ്ടത്. ഒരു സഹാബികളിൽപ്പെട്ട ഒരാളുടെ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും, യഥാർത്ഥ ഒരു സത്യവിശ്വാസി അവൻ പാപം ചെയ്താൽ അവൻ വിചാരിക്കുക തലക്ക് മീതെ വലിയ ഒരു പർവ്വതം വന്ന് നിൽക്കുന്നു, ഇത് എന്റെ മേലെ ഇടിഞ്ഞു വീഴാം എന്ന ഭയപ്പാടാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ പാപികളായ വിശ്വാസികളല്ലാത്ത ആളുകൾ അവർ പാപങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസികൾ പാപം ചെയ്യുമ്പോൾ അവനെ നിസ്സാരമായി കാണുന്നുവെങ്കിൽ അവൻ ഈ മലകളെ അവൻ തണലായി കാണുന്നു. അപ്പൊ ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഏത് ചെറുതിനെയും മലയോളം വലുതായി കാണണം. അങ്ങനെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നിയമത്തുകൾ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിയമത്തുകൾ അള്ളാഹു എടുത്തു കളയുകയില്ല. എന്തുകൊണ്ടല്ലാതെ മനുഷ്യൻ ചെയ്ത ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ ചെയ്തതുകൊണ്ടല്ലാതെ ഒരു മുസീബത്തും നിങ്ങൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊന്നിലാണോ അതിനെ അള്ളാഹു നിങ്ങളിൽ നിന്ന് മാറ്റുകയില്ല. എന്തുകൊണ്ടല്ലാതെ നിങ്ങൾ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇതേ ആശയത്തിലുള്ള ഒന്നിലധികം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ നിയമത്ത് നമ്മൾ നീങ്ങിപ്പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നമ്മൾ എതിർപ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. നാലാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. ഈ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. ഒരിക്കൽ നബിയും കൂടെയുള്ള ഒരു സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ചീത്ത പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. കുറെ ആൾ ചീത്ത പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചങ്ങോട്ട് തിരിച്ചും പറഞ്ഞു. സ്വാഭാവികമാണല്ലോ, ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ടും പറയും. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അല്ല നബിയെ, അയാൾ എന്നെ ചീത്ത പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നു. ഞാൻ അയാൾക്ക് മറുപടി കൊടുത്തപ്പോൾ നിങ്ങൾ എന്നെ വിട്ട് എഴുന്നേറ്റ് പോകുന്നു, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിന്റെ ഈ സംസാരം അത് അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന വിഷയമാണ്. ഇതുവരെ നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ പ്രതിരോധിക്കാൻ മലക്കുണ്ടായിരുന്നു. ഇത് ശൈത്താന്റെ പ്രവർത്തനമാണ്. ശൈത്താന്റെ കൂടെ ഇരിക്കൽ എനിക്ക് പറ്റിയ പണിയല്ല. അപ്പെന്താ, ഒരാൾ ചീത്ത വിളിച്ചു, ചീത്ത കേട്ട ആൾക്ക് മലക്കിന്റെ സഹായമുണ്ട്, പ്രതിരോധമുണ്ട്. തിരിച്ചങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങിയപ്പോ എന്തായി? അത് ശൈത്താന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നബി അവിടെ ഇരിക്കാതെ എഴുന്നേറ്റ് പോയി എന്നതാണ്. അപ്പൊ അവിടെ എന്താ, മലക്കുകളുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. അതുപോലെ ഹദീസിൽ നമ്മൾ കേട്ടിട്ടുള്ള വിഷയങ്ങളാണ്. പിന്നെ ഉള്ളി, സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി,
പിന്നെ കുറാസ്, അതായത് വെള്ള വെങ്കായം, ഈ മൂലി എന്ന് പറയുന്ന വെളുത്ത സാധനം ഉണ്ടല്ലോ, ഇതുപോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഒരു തരം ഗ്യാസും ദുർഗന്ധമുള്ള സാധനമാണ്. ഇത് പച്ചയായി തിന്ന് പള്ളിയിൽ വരാൻ പാടില്ല എന്ന് നബി പറഞ്ഞു. പള്ളിയിൽ വരണ്ട, നിസ്കരിക്കാൻ വരണ്ട. ഉമർ അത്തരം ആളുകൾ ഉമർ അടിക്കാറുണ്ടായിരുന്നു, പള്ളിയിൽ ഓടിക്കാറുണ്ടായിരുന്നു, ഹദീസ് കാണാം. അതെന്തുകൊണ്ടാ? ഈ സവാള അല്ലെങ്കിൽ വെളുത്തുള്ളി തിന്നാൽ ദുർഗന്ധം ഉണ്ടാവും, ഇത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ മലക്കുകൾക്ക് അത് ബുദ്ധിമുട്ടാകുന്നു എന്ന് ഹദീസ് കാണാം. ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് ബീഡി വലിക്കുന്ന, പുക വലിക്കുന്ന ആളുകൾ, അതുപോലെ ദുർഗന്ധമുണ്ടാക്കുന്ന സംഗതികൾ ഉപയോഗിക്കുന്നവരൊക്കെ. അപ്പോൾ എന്താ, മലക്കുകൾക്ക് ദുർഗന്ധം ഉപദ്രവമായി മാറുന്നു. മലക്കുകൾ നമ്മളിൽ, റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ നായെ വീട്ടിൽ വളർത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചിത്രം വീട്ടിൽ തൂക്കിയിടുന്നത്, ഇവിടൊക്കെ മലക്കുകൾ അകന്നു പോകുന്നു എന്ന് കാണാം. ആ അകന്നു പോകുന്ന മലക്കേതാ? നമ്മുടെ കണക്കയിലേക്കാൻ വരുന്ന മലക്കല്ല, റഹ്മത്തിന്റെ മലക്കാണ്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തിന്മ ചെയ്യുന്നത് മൂലം റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, തിന്മയുടെ ഈ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തിൽ അവൻ വിലക്കിയ തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന കാര്യം കൂടി പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് യഥാർത്ഥ തഖ്വയുള്ള ആളുകളായി മാറുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അക്കൂട്ടരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. സഹോദരന്മാരെ, സാധാരണ നമ്മൾ പറയും, ഞാൻ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിൽ പരമാവധി എന്ന ഒരു പ്രയോഗമില്ല. വത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ അള്ളാഹുവിനെ സാധ്യമായത്ര സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതുപോലെ ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്ന കാര്യത്തിൽ അവിടെ ഇസ്തിതാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധ്യമായത്ര എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സാധ്യമായ രീതിയിൽ ചെയ്യുക എന്നതാണ്. അപ്പൊ നമസ്കരിക്കണം, നമസ്കരിക്കുമ്പോൾ നിൽക്കണം. നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഇരുന്നാൽ മതി. ഇരിക്കാൻ കഴിയാത്ത ഒരാൾ കിടന്ന് നമസ്കരിക്കാം. ഔറത്ത് മറക്കണം. ഔറത്ത് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് എന്ന് വിചാരിക്കുക, വസ്ത്രമില്ല, അല്ലെങ്കിൽ ജയിലിൽ, അങ്ങനെയൊക്കെയുള്ള ജയിലുകൾ മുസ്ലിങ്ങളെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യുക? ഒന്നും ഉടുക്കാതെ നമസ്കരിക്കണം. അപ്പൊ എന്താണോ സാധ്യമായത് അങ്ങനെ ചെയ്യണം എന്നതാണ്. എന്നാൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ വിലക്കപ്പെട്ട വിഷയങ്ങളിൽ അവിടെ നമ്മൾ പൂർണ്ണമായും തിന്മകളെ ഉപേക്ഷിക്കുക എന്നതാണ്. അവിടെ പരമാവധി എന്ന പ്രയോഗമല്ല. അപ്പൊ നമ്മൾ പറയും, ഞാൻ പരമാവധി ലോൺ എടുക്കൂല, പരമാവധി പലിശ വാങ്ങൂല, പരമാവധി കള്ളു കുടിക്കുകയില്ല, പരമാവധി സീരിയൽ കാണുകയില്ല, പരമാവധി തെറ്റായ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുകയില്ല. ഈ പ്രയോഗം തന്നെ തെറ്റാ. പരമാവധി എന്ന പ്രയോഗമില്ല. അവിടെ എന്താണ്? പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂ, നിങ്ങളോടൊരു കാര്യം ഞാൻ വിലക്കിയാൽ നിങ്ങൾ അത് ഒഴിവാക്കണം. വൈദാ അമർത്തുക്കും ബി അംരിൻ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ കൽപ്പിച്ചാൽ ഫഅ്തൂ മിൻഹു മസ്തതഅ്തും. കണ്ടോ, ഖുർആൻ പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. നിങ്ങളോടൊരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ അതിൽ നിന്ന് സാധ്യമായത് നിങ്ങൾ ചെയ്യുക, ആവുന്നത് ചെയ്താൽ മതി. എന്നാൽ വിലക്കിയാലോ അവിടെ സാധ്യമായത് എന്ന് പറഞ്ഞില്ല, ഫജ്തനിബൂ, അത് പാടെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ട്. അയ്യുഹന്നാസ് ഇന്നകും ലൻ തുതീഖു ഔ ലൻ തഫ്അലു കുല്ലമാ ഉമിർതും ബിഹി, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കണം, അല്ലെങ്കിൽ അതിനോട് അടുത്തത് സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഇത് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ടും രണ്ടാണ്. കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതിൽ റുഖ്സയുണ്ട്. ഹറാമിന്റെ വിഷയത്തിൽ റുഖ്സയില്ല. വിലക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ, ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ അടിമകൾ ഒരു കാര്യവും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല ഏതിനേക്കാൾ അഫ്ളല മിൻ തർക്കി മാ നഹല്ലാഹു അൻഹു, അള്ളാഹു ഉപേക്ഷിച്ച കാര്യം ഒഴിവാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യവും ചെയ്തുകൊണ്ട്.
അതുപോലെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം വിലക്കിയ കാര്യങ്ങൾ അതും പ്രവർത്തിക്കുക. ഇതിപ്പോ ആർക്കും പറ്റുന്ന പണിയാണ്. ഇപ്പൊ റമദാൻ മാസക്കാരിൽ നാട്ടിൽ കള്ളുടിക്കുന്ന ആൾക്കാരും സ്വീറ്റ് കളിക്കുന്ന ആൾക്കാരും റമദാൻ അല്ലാത്തവർ നമസ്കരിക്കാത്തവൻ ഇവരൊക്കെ പള്ളിയിലുണ്ടാവും. 5 വക്തിനുണ്ടാവും, തറാവിസ്കരിക്കാനുണ്ടാവും, പിന്നെ എല്ലാ നല്ല കാര്യങ്ങൾക്കുണ്ട ഭക്ഷണം വളമ്പാരുണ്ടാവും, ഒക്കത്തിനുണ്ടാവും. പക്ഷെ അതോടൊപ്പം അവരെന്തു ചെയ്യുന്നുണ്ട്? റമദാൻ കഴിഞ്ഞാൽ പള്ളിയിലേക്ക് തിരിച്ചു പോകും. അല്ലെങ്കിൽ പകൽ നോമ്പോൽക്കാത്തനും പള്ളി നിസ്കരിക്കാൻ വരും. അതെന്തിനാ? റമദാൻ മാസത്തിൽ പ്രത്യേക ആവേശമാണ്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് എല്ലാവർക്കും പറ്റിയ പണിയാണ്. ഇത് നല്ലതും ചെയ്യാം, ചീത്തയും ചെയ്യാം. എന്നാൽ വിശ്വാസിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? നന്മ പ്രവർത്തിക്കുക, തിന്മ പാടെ ഒഴിവാക്കുക. അതിനാണ് ബുദ്ധിമുട്ട്. മറ്റത് ആർക്കും പറ്റൂലേ? കള്ളുടിക്കും ചെയ്യാം, നിസ്കരിക്കുകയും ചെയ്യാം. പിന്നെ ഹജ്ജിന് പോവുക, പലിശ വാങ്ങുക, ഇതിപ്പോ എല്ലാവർക്കും പറ്റും. പക്ഷേ വിശ്വാസികൾക്ക് മാത്രം കഴിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക, പരമാവധി തിന്മകൾ പാടെ ഒഴിവാക്കുക. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അതല്ല, നമ്മൾ തിന്മയിൽ നിലകൊള്ളുകയാണോ? അതല്ലെങ്കിൽ രണ്ടിനെയും രണ്ടായി കാണുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പല മരണങ്ങൾ കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ മയ്യത്ത് കട്ടിലിൽ മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സ് ബേജാറാവും. ഒരു കവി പാടുകയുണ്ടായി, ഈ രൂപത്തിലാണ് ചില ആളുകൾ. ചെന്നായ വരുമ്പോൾ ആട് ചെതറിയോടും, ചെന്നായ പോയി കഴിഞ്ഞാൽ ആടുകൾ വീണ്ടും കൂട്ടമാകും. ഇതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തുറവ്യുനൽ ജനായിസു മുഖ്ബിലാത്തിൻ, ജനാസകൾ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ അവ നമ്മെ പേടിപ്പിക്കുന്നു. വനൽഹു ഹീന തദ്ഹബു മുദ്ബിറാത്തി, ആ മയ്യത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വിനോദത്തിലേക്ക് പോകുന്നു. 1-2 ദിവസം കുറച്ച് ബേജാറുണ്ടോ, ഞാനതുപോലെ മരിച്ചു പോകും, പിന്നെ നമ്മൾ പഴയ സ്ഥിതിയിലായി. അപ്പൊ ഇങ്ങനെ ആകാൻ പാടില്ല. ഏത് സമയത്തും എല്ലാ ഹുത്ബന്റെ തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്, വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അവിടെ മുസ്ലിങ്ങളായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ വിശ്വാസികളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല എന്നാണ്. മാപ്പിളയായി മരിച്ചാൽ പോരാ, വിശ്വാസിയായി മരിക്കണം. അങ്ങനെ അല്ലാതെ മരിക്കരുത്. എനിക്കും നിങ്ങൾക്കും അറിയില്ല നമ്മൾ എപ്പോഴാ മരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ പുലർത്തുന്ന കണിശതയേക്കാളേറെ തിന്മകൾ പാടെ ഒഴിവാക്കുക എന്ന വിഷയത്തിൽ നമ്മൾ കണിശത പുലർത്തേണ്ടതുണ്ട്. തിന്മയുമായി നമ്മൾ തീരെ അടുക്കാൻ പാടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയെ പാടെ വെടിയുകയും അതിനെ ഭയപ്പെടുകയും ചെയ്യുന്ന, അങ്ങനെ യഥാർത്ഥ തഖ്വയുള്ള വിശ്വാസികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, തിന്മയുടെ ഗൗരവം മനസ്സിലാക്കുകയും ആ തിന്മകളിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും പാടെ ഒഴിവാക്കി ഒരു നിലക്കും അതിനോട് അടുക്കാത്ത യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ, അതേപോലെ നിന്റെ കൽപ്പനകൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നീ സ്വീകരിക്കുകയും ഞങ്ങളിൽ വന്നുപോകുന്ന വീഴ്ചകൾ അള്ളാഹുവെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി അങ്ങനെ പാപരഹിതരായി നാളെ പരലോകത്തിൽ നിന്റെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ.